മഹാകുംഭമേളയ്ക്കൊരുങ്ങി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിൽ 40 കോടിയിലധികം തീർത്ഥാടകർ പങ്കെടുക്കും. 45 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാകുംഭമേളയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയത് വിവിധ പദ്ധതികളാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജും സംഗമഭൂമിയും ഒരുങ്ങിക്കഴിഞ്ഞു. ജനുവരി 13-നാണ് കുംഭമേള ആരംഭിക്കുക. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ 40 കോടിയിലധികം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ കൂടിച്ചേരലിലേക്ക് ഗംഗാതീരമെത്താൻ ഇനി നാളുകൾ മാത്രം. ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ഭാരത സംസ്കാരം ലയിക്കുന്ന മഹാകുംഭമേള. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജും സംഗമഭൂമിയും അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേരുന്ന സംഘത്തിലാണ് 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ മഹാകുംഭമേള നടക്കുക. മഹാകുംഭമേളയിലേക്ക് പ്രതീക്ഷിക്കുന്നത് തീർത്ഥാടകരും സഞ്ചാരികളും ഉൾപ്പെടെ 40 കോടി ജനങ്ങളെ. കുംഭമേളയുടെ നടത്തിപ്പ് സുഗമമാക്കാനായി പുതിയതായി പ്രഖ്യാപിച്ച മഹാകുംഭമേള ജില്ലയിലേക്കാണ് ഇത്രയധികം പേർ എത്തുക. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മൗനി അമാവാസി സ്നാനം നടക്കുന്ന ദിവസം 6 മുതൽ 6.5 കോടി വരെ തീർത്ഥാടകർ കുംഭമേള ജില്ലയിൽ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ജനുവരി 13-ന് നടക്കുന്ന പൗഷ് പൗർണിമ സ്നാനത്തോടെയാണ് മേളയ്ക്ക് തുടക്കമാകുക. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26-ന് കുംഭമേള സമാപിക്കും. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി റോഡ്, മേൽപ്പാലം, അടിപ്പാത, ജംഗ്ഷനുകൾ തുടങ്ങിയവയുടെ നവീകരണം പുരോഗമിക്കുന്നു. മേളയിലേക്ക് എത്തുന്നവർക്കായി വിപുലമായ ഗതാഗത സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. 900-ലധികം ട്രെയിനുകളും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് 250 വിമാനങ്ങളും 7000 ബസ്സുകളും ഇക്കാലയളവിൽ വിന്യസിക്കാനാണ് തീരുമാനം. മേളയിലേക്ക് എത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം 20 ലക്ഷത്തിലധികമാകുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1800 ഹെക്ടറുകളിലായി 120 വലിയ പാർക്കിംഗ് സൗകര്യമാണ് ഒരുങ്ങുന്നത്. ത്രിവേണി സംഗമഭൂമി 12 വർഷത്തിലൊരിക്കലുള്ള മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങുമ്പോൾ 5500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തിലും നേരിട്ടുള്ള നിയന്ത്രണത്തിലും മഹാകുംഭമേളയ്ക്കായി പുതിയൊരു നഗരം തന്നെ ഉയർന്നു. പ്രയാഗ്രാജിൽ റെയിൽവേക്ക് മാത്രമായി ഒരുങ്ങിയത് 1609 കോടിയുടെ വികസന പദ്ധതികൾ. വാരണാസിയെയും പ്രയാഗ്രാജിനെയും ബന്ധിപ്പിക്കാൻ ഗംഗാനദിക്ക് കുറുകെയുള്ള 100 വർഷം പഴക്കമുള്ള സിംഗിൾ റെയിൽവേ ട്രാക്കിന് പകരം ഇരട്ട ട്രാക്ക് പാലം ഉൾപ്പെടെ പ്രാവർത്തികമാക്കിയാണ് പ്രയാഗ്രാജിലേക്ക് ഭക്തജനങ്ങളെ റെയിൽവേ സ്വാഗതം ചെയ്യുന്നത്.
after doubling the capacity of the line has been increased tremendously, and that will benefit to railway for planning more number of trains during Kumbh, and the devotees who will come to Mahakumbh will be facilitated by these facilities. And Jhusi railway station, at Jhusi railway station we have set up 122 CCTV cameras, out of which 16 are with the facility of face recognition, and 6 passenger holding areas we have developed for this side, and 2 passenger holding areas on the front side. So we have planned for better crowd management, and passengers will be benefited by this planning and the way we have worked here. ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം സത്തയിൽ ഐക്യപ്പെടാനുള്ള പാത കൂടിയായി മാറുന്നു മഹാകുംഭമേള. കാലത്തെ വെല്ലുന്ന ഈ ആത്മീയ യാത്രയുടെ പരമമായ ലക്ഷ്യവും ആത്മസാക്ഷാത്കാരമത്രേ. अभी जो है वो महाकुंभ मेला है. कम से कम 180 देश के जो देश विदेश के लोग आने वाले हैं. सभी संत लोग भी आएंगे, भक्तजन आएंगे. मैया जिसको बुलाएगा वो आएगा, जो पुण्यात्मा वो आएगा. अगर पापी भी आ गए तो मेरी माँ उनको मंगल में करेगी. कितने संत लोग आए हैं, बड़े बड़े संत भी आए हुए. सबका, जनता का, पब्लिक का, जो भी आए, भक्तजन का कल्याण हो. यहाँ पर आराधना उपासना चलेगा. मैया की उपासना करेंगे हम कि जगत का कल्याण हो. आचार्यों संतों का जमावाड़ा है, और एक अद्भुत छटा जो यहाँ ऐसे संत, ऐसे साधना स्थली से निकल करके 45 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം പരമ്പരാഗത സംഗീതവും നൃത്തവും കലയും കരകൗശലവും ഇവിടെ അരങ്ങേറുമ്പോൾ ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂമിക കൂടി തീർത്ഥാടകർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുതന്നെയാണ് 2017 മാനവികതയുടെ അവർണ്ണനീയ സാംസ്കാരിക പൈതൃകങ്ങളുടെ പ്രാതിനിധ്യ പട്ടികയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാംസ്കാരിക വിഭാഗം കുംഭമേളയെ അടയാളപ്പെടുത്തിയത്. തീർത്ഥാടകർക്കൊപ്പം ആത്മീയതയിലേക്ക് ഉണരാൻ പ്രയാഗിന്റെ തീരവും ദിനങ്ങൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പ്രയാഗ് രാജ്, ഹരിദ്വാർ എന്നിവിടങ്ങളെയെല്ലാം ജനസാഗരമാക്കുന്ന മഹാകുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പാണിനി. അതിനായി ഈ നാടും നഗരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രയാഗ് രാജിൽ നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം ബീന റാണി, ജനം.